ഹായ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ വീടിൻ്റെ തന്നെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ കയറി വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് രൂപക്കൂടാട്ടോ. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കൂടാതെ ഒരു കരുണയുടെ ചുവർച്ചിത്രമുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമുണ്ട്. നേരെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ്. TV കാണാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഡൈനിങ് ഹോളും അത്യാവശ്യം സൗകര്യങ്ങളുള്ളതാണ്. ഡൈനിങ് ഹോളിൻ്റെ ഒരു സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്, ഒരു സൈഡിൽ കിച്ചണും ഉണ്ട്. താഴെ അങ്ങനെ 3 ബെഡ്റൂമുകളുള്ള കേട്ടോ. കബോർഡ്സും സൈഡ് ടേബിൾസും സ്റ്റഡി ടേബിൾസും ബാത്റൂം അറ്റാച്ച്ഡും ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്. ഒരു ബെഡ്റൂമിൻ്റെ കിച്ചണിൻ്റെ നടുക്കാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നിനും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിച്ചണെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ വാചാലയാവുന്നത് കിച്ചണെ പറ്റിയായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കിച്ചണാണ്. ഏത് വീടിൻ്റെയും ചെറുതോ വലുതോ എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ ആധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെ ഏറ്റവും നല്ല കളർ കോമ്പിനേഷനിൽ നല്ലൊരു ഓപ്പൺ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ താഴത്തെ ഈ സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ മുകളിലും 2 ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയ ഉണ്ട്. അവിടെയും ഈ പറഞ്ഞ സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിത കാലയളവിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടും കൂടി നേടിയെടുക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വീട് പണിയുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഷെറിനും കുടുംബവും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിൽ നമുക്കും പങ്കെടുക്കാൻ പറ്റുന്നതും നമുക്കിത് കാണാൻ പറ്റുന്നതും ഏറ്റവും സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ആയിരിക്കാൻ പറ്റുന്നതും വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ബൈ.